ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നെഗറ്റീവ് നമ്പേഴ്സ് വരുന്ന മൾട്ടിപ്ലിക്കേഷനാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ തന്നെ ആദ്യം നമ്മൾ പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. എന്താണ് ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ഫോർ എക്സാമ്പിൾ 3 ഇൻറ്റു നെഗറ്റീവ് 5 ഈസ് ഈക്വൽ ടു വാട്ട്? 3 ഇൻറ്റു നെഗറ്റീവ് 5 ഈസ് ഈക്വൽ ടു വാട്ട്? ഇതിൻ്റെ ആൻസറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 3 എന്നത് ഒരു പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് 5 എന്നത് ഒരു നെഗറ്റീവ് നമ്പറും ആണ്. സോ നമ്മളിവിടെ ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറുമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എപ്പോഴും ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. എന്താണ്? ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ എപ്പോഴും എന്തായിരിക്കും? ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ, സോ ആൻസർ നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് സൈന് ആദ്യം ചേർക്കണം. ആൻസർ ഒരു നെഗറ്റീവ് നമ്പറാണ്, സോ നെഗറ്റീവ് സൈന് ആദ്യം ചേർക്കണം. ഇനി ആൻസറിലെ നമ്പർ പാർട്ട് കൂടെ കിട്ടിയാൽ മതി അല്ലേ? ആൻസറിലെ നമ്പർ എത്രയാണ് എന്നുകൂടെ കിട്ടിയാൽ മതി. ആൻസറിലെ നമ്പർ പാർട്ട് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറിലെ നെഗറ്റീവ് സൈന് ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്താണ് ചെയ്യേണ്ടത്? ആൻസറിലെ നമ്പർ പാർട്ട് കിട്ടാനായിട്ട് ക്വസ്റ്റ്യനിലെ പോസിറ്റീവ് നമ്പറും ഇതിലെ നെഗറ്റീവ് നമ്പറിലെ നെഗറ്റീവ് സൈന് ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന നമ്പറും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഏതൊക്കെ നമ്പേഴ്സാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? പോസിറ്റീവ് നമ്പറായ 3യും നെഗറ്റീവ് നമ്പറിലെ നെഗറ്റീവ് സൈന് ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന 5ഉം മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 3യും 5ഉമാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? സോ ഞാൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 3 ഇൻറ്റു 5 എന്ന് എഴുതുന്നു. 3 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 3 ഇൻറ്റു 5 എത്രയാണ്? 3 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 15 ആണ് അല്ലേ? 15. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? നെഗറ്റീവ് 15 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. 3 ഇൻറ്റു നെഗറ്റീവ് 5 ഈസ് ഈക്വൽ ടു എത്രയാണ്? നെഗറ്റീവ് 15 ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 4 ഇൻറ്റു നെഗറ്റീവ് 7 ഈസ് ഈക്വൽ ടു വാട്ട്? 4 ഇൻറ്റു നെഗറ്റീവ് 7 ഈസ് ഈക്വൽ ടു വാട്ട്? ഇതിൻ്റെ ആൻസറാണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറുമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ആൻസർ ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും അല്ലേ? ഇനി ആൻസറിലെ നമ്പർ പാർട്ട് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യനിലെ പോസിറ്റീവ് നമ്പറായ 4ഉം നെഗറ്റീവ് നമ്പറിലെ നെഗറ്റീവ് സൈന് ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന 7ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ബ്രാക്കറ്റിനുള്ളിൽ 4 ഇൻറ്റു 7 എന്നാണ് വരിക. ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 4 ഇൻറ്റു 7 എത്രയാണ്? 4 ഇൻറ്റു 7 28 ആണ് അല്ലേ? 28. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? നെഗറ്റീവ് 28 ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 6 ഇൻറ്റു നെഗറ്റീവ് 3 ഈസ് ഈക്വൽ ടു വാട്ട്? 6 ഇൻറ്റു നെഗറ്റീവ് 3 ഈസ് ഈക്വൽ ടു വാട്ട്? ആൻസർ ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും അല്ലേ? കാരണം ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറുമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ആൻസർ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. സോ നെഗറ്റീവ് സൈന് ആദ്യം എഴുതുന്നു. ഇനി ആൻസറിലെ നമ്പർ പാർട്ട് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യനിലെ പോസിറ്റീവ് നമ്പറായ 6ഉം നെഗറ്റീവ് നമ്പറിലെ നെഗറ്റീവ് സൈൻ ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന 3യും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അതായത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 6 ഇൻറ്റു 3 എന്ന് വരും. ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 6 ഇൻറ്റു 3 എത്രയാണ്? 6 ഇൻറ്റു 3 18 ആണ് അല്ലേ? 18. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നെഗറ്റീവ് 18 ആണ്. 6 ഇൻറ്റു നെഗറ്റീവ് 3 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 18. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നെഗറ്റീവ് 4 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു വാട്ട്? നെഗറ്റീവ് 4 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു വാട്ട്? എങ്ങനെ കണ്ടുപിടിക്കാം ആൻസർ? നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള ഈ 3 ക്വസ്റ്റ്യൻസും ഈ ഒരു ക്വസ്റ്റ്യനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്?
കഴിഞ്ഞ 3 ക്വസ്റ്റ്യൻസിലും ഫസ്റ്റ് പോസിറ്റീവ് നമ്പർ ആയിരുന്നു വന്നത്, അതിനുശേഷമാണ് നെഗറ്റീവ് നമ്പർ വന്നത് അല്ലേ. പക്ഷേ ഇവിടെ ഫസ്റ്റ് നെഗറ്റീവ് നമ്പറാണ് വരുന്നത്, അതിനുശേഷമാണ് പോസിറ്റീവ് നമ്പർ വരുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആണല്ലോ. 5 എന്ന പോസിറ്റീവ് നമ്പറും -4 എന്ന നെഗറ്റീവ് നമ്പറും തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ നേരത്തെ ചെയ്ത രീതിയിൽ നിന്നും ഒരു വ്യത്യാസവും ഇല്ല. നേരത്തെ നമ്മൾ എങ്ങനെയാണോ ചെയ്തിരുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യനും ചെയ്യേണ്ടത്. ഒരു ഡിഫറൻസും ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറുമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ആൻസർ എന്തായിരിക്കും? ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. അതുകൊണ്ട് നെഗറ്റീവ് സൈൻ ആദ്യം എഴുതുന്നു. ഇനി ആൻസറിലെ നമ്പർ പാർട്ട് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യനിലെ പോസിറ്റീവ് നമ്പറായ 5ഉം നെഗറ്റീവ് നമ്പറിലെ നെഗറ്റീവ് സൈന് ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന 4ഉം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. അതായത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ 4 × 5 എന്ന് എഴുതുന്നു. 4 × 5 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് സൈൻ ആദ്യം എഴുതുന്നു. 4 × 5 എത്രയാണ്? 4 × 5 20 ആണ്. 20. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ എത്രയാണ്? -20 എന്നുള്ളതാണ് ക്വസ്റ്റിൻ്റെ ആൻസർ. ഇനി നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. -8 × 6 ഈസ് ഈക്വൽ ടു വാട്ട്? -8 × 6 ഈസ് ഈക്വൽ ടു വാട്ട്? നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറുമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ആൻസർ ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ഇനി ആൻസറിലെ നമ്പർ പാർട്ട് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യനിലെ നെഗറ്റീവ് നമ്പറിലെ നെഗറ്റീവ് സൈന് ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന 8ഉം പോസിറ്റീവ് നമ്പറായ 6ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അതായത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 8 × 6 എന്ന് വരും. ഈസ് ഈക്വൽ ടു -8 × 6 എത്രയാണ്? 8 × 6 48 ആണ് അല്ലേ. 48. -48 ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. -9 × 7 ഈസ് ഈക്വൽ ടു വാട്ട്? -9 × 7 ഈസ് ഈക്വൽ ടു വാട്ട്? ആൻസർ ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. അതുകൊണ്ട് ആദ്യം നെഗറ്റീവ് സൈന് എഴുതുന്നു. ഇനി ആൻസറിലെ നമ്പർ പാർട്ട് കിട്ടാൻ ക്വസ്റ്റ്യനിലെ നെഗറ്റീവ് നമ്പറിലെ നെഗറ്റീവ് സൈൻ ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന 9ഉം ക്വസ്റ്റ്യനിലെ പോസിറ്റീവ് നമ്പറായ 7ഉം മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 9 × 7 എന്ന് വരും. ക്ലിയർ ആണല്ലോ. ഈസ് ഈക്വൽ ടു ആദ്യത്തെ നെഗറ്റീവ് സൈൻ ആദ്യം എഴുതുന്നു. അതിനുശേഷം 9 × 7. 9 × 7 എത്രയാണ്? 9 × 7 63 ആണ് അല്ലേ. 63. ക്വസ്റ്റ്യൻ്റെ ആൻസർ -63 ആണ്. -9 × 7 ഈസ് ഈക്വൽ ടു -63. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് പഠിച്ചല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം.